നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് ജാബിർ അൽ സബഹ് അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 86 വയസ്സായിരുന്നു. കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് ജാബിർ അൽ സബാഹിനെ നവംബർ 29-ന് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹം അന്തരിച്ചത്. കുവൈറ്റിന്റെ 10ാമത്തെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിന്റെയും യമാമയുടെയും മകനായി 1937 ജൂൺ 20-നായിരുന്നു ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിന്റെ ജനനം. 2020 സെപ്റ്റംബർ 29-നാണ് കുവൈറ്റിന്റെ 16ാമത്തെ ഭരണാധികാരിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. 25-ാം വയസ്സിൽ ഹവല്ലി ഗവർണറായാണ് അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. 1978 മുതൽ 1988 വരെ കുവൈറ്റിന്റെ ആഭ്യന്തരമന്ത്രിയായും തുടർന്ന് കുവൈറ്റിന്റെ പ്രതിരോധ മന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഷെരീഫ സുലൈമാൻ അൽ ജാസിം ആണ് ഭാര്യ. കുവൈറ്റ് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ നവാഫ് സബാഹ് മൂത്ത പുത്രനാണ്. അമീറിന്റെ വിയോഗത്തിൽ രാജ്യത്ത് 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. അതോടൊപ്പം സർക്കാർ, അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് 3 ദിവസത്തെ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗിരീഷ് ഒറ്റപ്പാലം, 24 കുവൈറ്റ്. കുവൈറ്റ് അമീറിന്റെ നിര്യാണത്തിൽ UAE അനുശോചനം അറിയിച്ചു. രാജ്യത്ത് 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖത്തറും ഒമാനും ഈജിപ്തും 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ 3 ദിവസമാണ് രാജ്യത്ത് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്ത് ദേശീയ പതാകകൾ താഴ്ത്തിക്കെട്ടാൻ UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 6 പതിറ്റാണ്ടോളം രാജ്യത്തെ ആത്മാർത്ഥതയോടെ സേവിച്ച വ്യക്തിയായിരുന്നു ഷെയ്ഖ് നവാഫ് എന്ന UAE വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു. UAEക്ക് പുറമെ ഖത്തറും ഒമാനും ഈജിപ്തും 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒമാനിൽ പൊതു സ്വകാര്യ മേഖലകളിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഇന്നു മുതൽ അവധിയാണ്. ഓഫീസുകൾ ചൊവ്വാഴ്ച മുതൽ സാധാരണ നിലയിൽ പ്രവർത്തിക്കും. ഔദ്യോഗിക ദുഃഖാചരണത്തിന്റെ ഭാഗമായി എല്ലായിടത്തും ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. അറബ് ഇസ്ലാം രാജ്യങ്ങളെ ഏറെ പിന്തുണച്ചിരുന്ന നേതാവിനെയാണ് നഷ്ടമായതെന്ന് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസി പറഞ്ഞു. ജ്ഞാനിയായ നേതാവിനെയാണ് രാജ്യത്തിന് നഷ്ടമായതെന്ന് ഖത്തർ അമീർ പ്രസ്താവനയിൽ പറഞ്ഞു. 24 ദുബായ്. കുവൈറ്റിന്റെ പുതിയ അമീറായി ഷെയ്ഖ് മിഷേൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അമീർ ഷെയ്ഖ് നവാഫിന്റെ നിര്യാണത്തെ തുടർന്നാണ് കിരീടാവകാശിയായിരുന്ന ഷെയ്ഖ് മിഷേൽ അൽ സബാഹിനെ ഭരണഘടനാ പ്രകാരം തെരഞ്ഞെടുത്തത്. 1921 മുതൽ 1950 വരെ കുവൈറ്റിന്റെ അമീറായിരുന്ന ഷെയ്ഖ് അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന്റെ 7ാമത്തെ പുത്രനാണ് ഷെയ്ഖ് മിഷേൽ. 1940-ലാണ് ജനനം. കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് ജാബിർ അൽ സബാഹിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണ നേതാക്കൾ, രാജകുടുംബങ്ങൾ, പൗരന്മാർ എന്നിവരോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേർന്നതായും മോദി സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. നിയമലംഘകർക്കെതിരെ പരിശോധന കർശനമാക്കി സൗദി. ഒരാഴ്ചക്കിടെ 18,000-ലേറെ നിയമലംഘകർ പിടിയിലായി. 10,000-ലേറെ നിയമലംഘകരെ നാടുകടത്തി. നിയമലംഘകർക്ക് തൊഴിൽ, താമസം, യാത്ര തുടങ്ങിയ സഹായം നൽകിയാൽ 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ പിഴയും ശിക്ഷ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. 18,428 നിയമലംഘകരാണ് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പോലീസ് പിടിയിലായത്. ഡിസംബർ 7-നും 13-നും ഇടയിലെ ഇതു സംബന്ധമായ റിപ്പോർട്ട് സൗദി ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടു. പിടിയിലായവരിൽ കൂടുതലും താമസ നിയമം ലംഘിച്ചവരാണ്. 11,664 താമസ നിയമലംഘകരും 4,301 അതിർത്തി സുരക്ഷാ നിയമലംഘകരും പിടിയിലായപ്പോൾ 2,463 തൊഴിൽ നിയമലംഘകരെയും അറസ്റ്റ് ചെയ്തു. ഇതിനു പുറമെ അയൽരാജ്യങ്ങളിൽ നിന്നും സൗദിയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നതിനിടെ 1000 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ 36% യമനികളും 62% എത്യോപ്യക്കാരും 2% മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. സൗദിയിൽ നിന്ന് അനധികൃതമായി മറ്റു രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിച്ച 61 പേരും പിടിയിലായി. നിയമലംഘകർക്ക് തൊഴിൽ, താമസം, യാത്ര തുടങ്ങിയ സഹായം നൽകിയതിനും ബിനാമി ബിസിനസ്സുകളിൽ ഏർപ്പെട്ടതിനും 11 പേരെ അറസ്റ്റ് ചെയ്തു. 5,994 സ്ത്രീകൾ ഉൾപ്പെടെ 51,600 പേരാണ് ഇപ്പോൾ നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 46,507 പേരെ നാടുകടത്താനുള്ള യാത്രാരേഖകൾ ശരിയാക്കാൻ ബന്ധപ്പെട്ട എംബസികളോട് ഡീപ്പോർട്ടേഷൻ സെന്റർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2,044 പേരെ നാടുകടത്താനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. വിദേശികളായ 10,249 നിയമലംഘകരെ നാടുകടത്തിയതായും ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തി.
നിയമലംഘകർക്ക് തൊഴിൽ, താമസം, യാത്ര തുടങ്ങിയ സഹായം നൽകിയാൽ 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കൂടാതെ യാത്രാ സൗകര്യം നൽകിയ വാഹനങ്ങളും താമസ സൗകര്യം നൽകിയ കെട്ടിടങ്ങളും കണ്ടുകെട്ടുകയും ചെയ്യും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. വയനാട് കല്ലൂർ കുന്നിൽ വീണ്ടും കടുവ സാന്നിധ്യം. പ്രദേശവാസിയുടെ പശുവിനെ ആക്രമിച്ചു. യുവകർഷകനെ കടുവ ആക്രമിച്ചു കൊന്ന വാഗേരിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ കണ്ടെത്തിയ കടുവയുടെ കാൽപ്പാടുകൾ നരഭോജി കടുവയുടേത് അല്ലെന്ന് സ്ഥിരീകരിച്ചിരുന്നു. സുർജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. സുർജിത്, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കാൽപ്പാട് കണ്ടിരുന്നു. അത് ഈ വാഗേരിയിലെ നരഭോജി കടുവയുടേതല്ലെന്നും സ്ഥിരീകരിച്ചിരുന്നു. അപ്പോൾ സ്ഥലത്ത് മറ്റൊരു കടുവ ഇറങ്ങി എന്നാണോ? എന്തൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കുന്നത്? കല്ലൂർക്കുന്ന് ഞാറ്റാടി മേഖലയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഒരു കാൽപ്പാടല്ല, ഒരുപാട് കാൽപ്പാടുകൾ കണ്ടിരുന്നു. പ്രത്യേകിച്ച് ഈ 90 ഏക്കർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും ഈ കടുവ കടന്നു വന്ന ശേഷം ആ വഴി കടന്നു പോയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന വയലിലും അതോടൊപ്പം തന്നെ പറമ്പുകളിലും എല്ലാം തന്നെ കടുവയുടെ കാൽപ്പാടുകൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. അതിന് സമാനമായ സ്ഥിതി തന്നെയാണ് ഞാറ്റാടിയിൽ അല്പസമയം മുമ്പ് സംഭവിച്ചിരിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് വാഗയിൽ സന്തോഷ്, അദ്ദേഹം ക്ഷീരകർഷകനാണ്, ആടുകളും പശുക്കളെയും വളർത്തുന്നുണ്ട്. ഈ ആടുകളുടെ അസാധാരണമായ കരച്ചിൽ കേട്ട് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് പശുവിനെ പിടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ കടുവ ശ്രമിക്കുന്നത് വീടിന്റെ മുറ്റത്ത് ഇവർ നേരിട്ട് കണ്ടത്. ഇതേ തുടർന്ന് നാട്ടുകാരെ വിളിച്ചു വരുത്തി ബഹളം വെച്ചതോടുകൂടി ഈ വലിച്ചിഴക്കുന്നത് നിന്നും കടുവ പിന്മാറി കടന്നു പോയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു വിവരമാണ് നാട്ടുകാരിൽ നിന്ന് ലഭ്യമാവുന്നത്. മേഖലയിൽ നല്ല ഇരുട്ടുള്ള പ്രദേശമാണ് എന്നാണ് അറിയുന്നത്. നേരത്തെ ഈ പ്രദേശം, അതായത് കല്ലൂർക്കുന്ന് ഞാറ്റാടി എന്ന് പറയുന്ന ഈ ഭൂപ്രദേശം ഉള്ളത് ഈ വാഗേരിയിൽ നിന്ന്, അതായത് ഈ യുവാവിനെ പിടികൂടിയ വാഗേരി കൂടല്ലൂരിൽ നിന്ന്. സുർജിത്, ദയവായി തുടരുക. ഈ കല്ലൂർക്കുന്ന് പ്രദേശവാസി അനീഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, ഇപ്പോൾ ഈ കല്ലൂർക്കുന്നിൽ ഒരു കടുവാ സാന്നിധ്യം ഉണ്ടെന്നുള്ള വാർത്തകളാണ് വരുന്നത്. നിങ്ങൾ ഇത് നേരിട്ട് കണ്ടു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്താണ് സംഭവിച്ചത് അനീഷ്? ഇപ്പൊ ഒരു 11:30 ആയിട്ടുണ്ടാവും. അപ്പോഴാണ് നമ്മുടെ തൊട്ട് വീടിന് മുമ്പിലുള്ള വീട്ടിലെ പശുക്കിടാവിനെയാണ്, ഇപ്പൊ ഒരു 1.5 വയസ്സിന്റെ അടുത്തുള്ള പശുക്കിടാവിനെയാണ് പിടിച്ചത്. അവർ ആടുമുണ്ട് പശുവുണ്ട്. കാർന്നൊച്ച കേട്ട് ചാടി എണീറ്റ് ലൈറ്റ് ഇട്ട് നോക്കുമ്പോഴാണ് കടുവ മുറ്റത്ത് വലിച്ച് താഴത്തേക്ക് ഇറക്കുന്നത്. അങ്ങനെ അവരും കാര്യം ഒച്ചപ്പാണ്ടെങ്കിൽ നമ്മുടെ അടുത്തടുത്ത് വീടുകളുണ്ട്, എല്ലാവരും കൂടി ഒച്ചയെടുത്തപ്പോഴത്തേക്കും കടുവ താഴെ വലിച്ചിട്ടിട്ട് ഒരു 10 മീറ്റർ അപ്പുറത്ത് വലിച്ചിട്ടിട്ട് കടുവ പോയി. ഇപ്പൊ ഫോറസ്റ്റുകാർ വന്നിട്ടുണ്ട്, അവര് അതിൽ തപ്പുന്നുണ്ട്. ഫോറസ്റ്റുകാർ വന്നിട്ട് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവരെന്താണ് പറയുന്നത്? ഇപ്പോ ഈ വാഗേരിയിൽ കണ്ട നരഭോജി കടുവയല്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ ഈ വനംവകുപ്പ് പറയുന്നത് എന്താണ് അനീഷ്? ഇപ്പൊ അവർ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവരിവിടെ പരിശോധിക്കുന്നുണ്ട്. അതിന്റെ ഈ പറമ്പിൽ ഫുള്ള് തപ്പുന്നുണ്ട്. ഹെഡ്ലൈറ്റ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അവരിൽ തപ്പുന്നുണ്ട്. ഷൂട്ടർമാരും കൂടെ ഉണ്ട്. എന്താ സ്ഥിതി എന്നുള്ളത് അറിയില്ല. ശരി അനീഷ്, വളരെ നന്ദി ഞങ്ങളോടൊപ്പം ചേർന്നതിന്. വയനാട് കല്ലൂർ കുന്നിലാണ് വീണ്ടും കടുവാ സാന്നിധ്യം എന്നുള്ള വാർത്തകൾ വരുന്നത്. പ്രദേശവാസിയുടെ പശുവിനെ ആക്രമിച്ചു. യുവകർഷകനെ കടുവ ആക്രമിച്ചു കൊന്ന ഈ വാഗേരിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് കല്ലൂർ കുന്ന്. കഴിഞ്ഞ ദിവസം ഇവിടെ സ്ഥലത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ ഈ കടുവയുടേതല്ല, നരഭോജി കടുവയുടേതല്ലെന്ന് സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ പ്രദേശത്ത് മറ്റൊരു കടുവ ഇറങ്ങി ഒരു പശുക്കിടാവിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രദേശവാസി നമ്മളോട് പറഞ്ഞ വിവരങ്ങൾ. സുർജിത് അയ്യപ്പത്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ടെഡെക്സിന് ഒരുങ്ങി ദുബായ്. നാളെ നോളജ് സിറ്റിയിലാണ് പരിപാടി. ലോകത്ത് വിവിധ വിഷയങ്ങളിൽ കഴിവ് തെളിയിച്ച 12 പേർ സംസാരിക്കും. ഇന്ത്യയിൽ നിന്ന് 3 പേരാണ് പരിപാടിയുടെ ഭാഗമാവുക. ടെക്നോളജി, എഡ്യൂക്കേഷൻ, ഡിസൈൻ അഥവാ ടെഡ്, വിവിധ വിഷയങ്ങളിൽ കഴിവ് തെളിയിച്ച ആളുകൾക്ക് അവരുടെ ജീവിതാനുഭവങ്ങൾ ലോകത്തിന് പ്രചോദനമാകുന്ന തരത്തിൽ അവതരിപ്പിക്കാൻ അവസരം നൽകുന്ന ടെഡെക്സിന് വേദിയാകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ദുബായ്. നാളെ രാവിലെ മുതൽ ദുബായ് നോളജ് സിറ്റിയിലാണ് പരിപാടി നടക്കുക. പ്രവാസി മലയാളിയായ പൂജ ഉണ്ണിയുടെ ഹാപ്പിനെസ് പ്രോജക്റ്റാണ് ഇത്തവണ ടെഡെക്സ് ദുബായിൽ സംഘടിപ്പിക്കുന്നത്. ടെഡെക്സിന്റെ ആദ്യ മലയാളി സംഘാടക കൂടിയാണ് പൂജ. ദുബായിൽ ടെഡ് നേരിട്ട് നടത്തുന്ന പരിപാടിക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യമെന്നും പ്രവാസി എന്ന നിലയിൽ തനിക്ക് വലിയ അഭിമാനം പകരുന്ന നിമിഷമാണിതെന്നും പൂജ ഉണ്ണി ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പോഴാണ് മനസ്സിലായത് കുറേ സ്പീക്കർ ഇൻട്രസ്റ്റും കുറേ ടാലൻറ്റഡ് ഇൻഡിവിജ്വൽസ് ഉണ്ട്. നമ്മൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന അല്ലാതെ വി ഹാവ് സോ മെനി സക്സസ് സ്റ്റോറീസ് ദാറ്റ് നീഡ്സ് ടു ബി ഷെയർഡ് വിത്ത് ദ വേൾഡ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ടെഡെക്സ് ഹാപ്പിനെസ് സ്ട്രീറ്റ് എന്ന കോൺസെപ്റ്റിലേക്ക് വരുന്നതും. ആൻഡ് വന്നിട്ട് ശേഷമാണ് അറിയുന്നത് ദാറ്റ് ഐ ആം ദ ഫസ്റ്റ് മലയാളി ടു ഡു ഇറ്റ് in UAE, I think also in the Middle East. And വളരെ സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെയാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ ഇത് തിരിച്ച് എനിക്ക് ഈ കൺട്രിക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റിയ ഒരു വലിയൊരു ഗിഫ്റ്റ് എന്ന രീതിയിലാണ് ഞാനിത് കാണുന്നത്. നമ്മുടെ ഇവൻറ്റിന് നമുക്ക് മലയാളീസ് ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. നമുക്ക് വി ഹാവ് 3 സ്പീക്കേഴ്സ് ഉണ്ട് മലയാളീസായിട്ട്. പിന്നെ
ലോകത്ത് നിന്ന് പല സ്ഥലത്തു നിന്നും വന്ന മൾട്ടിനാഷണൽ ആൾക്കാരും സ്പീക്കേഴ്സായിട്ട് നമ്മുടെ പാനലുണ്ട്. പരിപാടിയിൽ അറബ് ലോകത്തെ പ്രശസ്ത മെന്റലിസ്റ്റും ഇല്യൂഷനിസ്റ്റുമായ മൊയ്നൽ ബസ്തഗി ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള 12 ആളുകൾ സംസാരിക്കും. ഇന്ത്യയിൽ നിന്നും 3 പേർ പരിപാടിയിൽ സംസാരിക്കാൻ എത്തിയിട്ടുണ്ട്. 24 ദുബായ്. സൗദിയിലെ ഖമീസ് മുഷായിദ് ടൗൺ KMCC വിന്റർ സോക്കർ 2023 ദിയാഫ സ്റ്റേഡിയത്തിൽ നടന്നു. 8 ടീമുകൾ മാറ്റുരച്ച ടൂർണമെന്റിൽ ഫൈനലിൽ വിവ ഫാൽക്കണും മെട്രോയും തമ്മിലുള്ള മത്സരം സമനിലയിൽ അവസാനിച്ചു. ടൈ ബ്രേക്കറിൽ വിവ ഫാൽക്കൺ ജേതാക്കളായി. സെൻട്രൽ കമ്മിറ്റി നേതാക്കളായ ബഷീർ മൂന്നിയൂർ, ജലീൽ കാവന്നൂർ എന്നിവർ ട്രോഫികൾ സമ്മാനിച്ചു. ഇന്നലെ മേഖലയിൽ അനുഭവപ്പെട്ട 8 ഡിഗ്രി സെൽഷ്യസ് തണുപ്പ് വകവയ്ക്കാതെ സ്ത്രീകളും കുട്ടികളും അടക്കം 100 കണക്കിന് പേരാണ് കളി കാണാനെത്തിയത്. ദമാം OICC കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പുതുവർഷ കലണ്ടർ പ്രകാശനം ചെയ്തു. ദമാമിൽ നടന്ന ചടങ്ങിൽ ഇബ്രാഹിം മുക്കണ്ണിയിൽ നിന്നും ജില്ലാ പ്രസിഡന്റ് അസ്ലം ഫറൂഖ് കലണ്ടർ ഏറ്റുവാങ്ങി. ജില്ലാ ജനറൽ സെക്രട്ടറി ഷാരി ജോൺ, ട്രഷറർ മധുസൂദനൻ, സലീം ഒളവണ്ണ, അസീസ് മുണ്ടത്ത്, മനോജ് കുമാർ, അബ്ദുൾ ഷാഫിർ, ഗഫൂർ വടക്കര, ജാസി കരുവൻ തിരുത്തി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അബീർ മെഡിക്കൽ ഗ്രൂപ്പ് മാനേജ്മെന്റിന്റെ കീഴിലെ മക്കയിലെ സൗദി നാഷണൽ ഹോസ്പിറ്റലിന് കൗൺസിൽ ഓഫ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ എക്സലൻസ് പുരസ്കാരം. ബെസ്റ്റ് പേഷ്യന്റ് കോർഡിനേഷൻ അവാർഡാണ് സ്വന്തമാക്കിയത്. സൗദി അറേബ്യയുടെ ആരോഗ്യ ഇൻഷുറൻസ് രംഗത്തെ ഉന്നത അധികാര ബോഡിയാണ് കൗൺസിൽ ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. ആരോഗ്യ മേഖലയിലെയും സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസിലെയും മികവും നൂതന മുന്നേറ്റങ്ങളും പരിഗണിച്ചാണ് അംഗീകാരം. ആരോഗ്യ പ്രവർത്തകരുടെയും ജീവനക്കാരുടെയും അർപ്പണബോധത്തിനുള്ള അംഗീകാരമെന്ന് ഡയറക്ടർ ഡോക്ടർ ഫഹീം റഹ്മാൻ പറഞ്ഞു. വാർത്തകളിലേക്ക്. SFIയും ഗവർണറും. SFI പ്രതിഷേധത്തിനിടെ ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിലെത്തി. കരിപ്പൂർ വിമാനത്താവളം മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൌസിൽ എത്തും വരെ റോഡിൽ പ്രതിഷേധമുണ്ടായില്ല. SFI പ്രതിഷേധം എവിടെയും കണ്ടില്ലല്ലോ എന്ന് പരിഹസിച്ച ഗവർണർ മുഖ്യമന്ത്രിയെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചു. രാത്രി 7 മണിയോടെയാണ് ഗവർണർ ഡൽഹിയിൽ നിന്ന് കരിപ്പൂരിലെത്തിയത്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് വിമാനത്താവളത്തിൽ നിന്ന് സർവകലാശാലയിലേക്കുള്ള വഴിയിൽ വൻ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. എന്നാൽ വഴിയിലെവിടെയും കരിങ്കൊടി പ്രതിഷേധമുണ്ടായില്ല. SFIയുടെ പ്രതിഷേധത്തെ പരിഹസിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ താൻ ഒന്നിനെയും ഭയക്കുന്നില്ലെന്നും പറഞ്ഞു. Anyone comes near my car, I will get down. I won't allow them to hit the car. If they want to hit me. I won't allow anybody to hit the car. That is government property. പ്രതിഷേധക്കാർക്ക് പിന്നിൽ മുഖ്യമന്ത്രി എന്ന വിമർശനം ഇന്നും ഗവർണർ ആവർത്തിച്ചു. മുഖ്യമന്ത്രി വാടകയ്ക്കെടുത്ത ക്രിമിനലുകളാണ് പ്രതിഷേധിക്കുന്നത്. വാഹനം തടഞ്ഞാൽ പ്രതിഷേധക്കാരുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലുമെന്നും ഗവർണർ. They have been hired by the chief minister. Whatever protest is there, it is sponsored by the chief minister personally. Why? He wants to divert attention. സർവകലാശാല ഗസ്റ്റ് ഹൌസിലെത്തി ഗവർണറുമായി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി. ഗവർണർ ഇതിലൊന്നും പരിഭ്രാന്തി കൊള്ളുന്ന ആളല്ല. ഗവർണർ പതിവിലും സന്തോഷവാനായിട്ടാണ് ഞാനിപ്പോൾ കണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളിയെയും അദ്ദേഹം ഭയപ്പെടുന്നില്ല, ഒരു ഭീഷണിയെയും ഗവർണർ ഭയപ്പെടുന്നില്ല. കേരളത്തിൽ നിയമവാഴ്ച ഉറപ്പാക്കാൻ തന്നെ വന്നിരിക്കുന്ന ഒരു ഗവർണറാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ. ക്യാമ്പസിൽ കാലുകുത്തില്ലെന്ന SFI വെല്ലുവിളി ഏറ്റെടുത്ത ഗവർണർ 3 ദിവസമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തങ്ങുക. 24 തിരൂർ. ഗവർണർ സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ എത്തുന്നതിന് മുൻപും ശേഷവും ശക്തമായ പ്രതിഷേധമാണ് SFI ഉയർത്തിയത്. സംസ്ഥാന നേതൃത്വം നേരിട്ട് പ്രതിഷേധത്തിന് ചുക്കാൻ പിടിച്ചു. ഗവർണർ ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനം. ഗവർണർ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ SFI പ്രതിഷേധം തുടങ്ങി. വൈകിട്ട് 4:30 മെയിൻ ഗേറ്റിന് സമീപത്ത് നിന്ന് സംസ്ഥാന സെക്രട്ടറി PM ആർഷോയും ക്യാന്റീൻ പരിസരത്ത് നിന്ന് സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയും മാർച്ചിന് നേതൃത്വം നൽകി. 100 കണക്കിന് പ്രവർത്തകർ ഗസ്റ്റ് ഹൌസിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രവർത്തകരോട് പിരിഞ്ഞുപോകാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും അനുനയ നീക്കം പാളി. ഒടുവിൽ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് നേരെ പോലീസ് ബലം പ്രയോഗിച്ചു.
മുഴുവൻ പ്രതിഷേധക്കാരെയും നീക്കിയെന്നാശ്വസിച്ച പോലീസിന് മുന്നിൽ വീണ്ടും അഗ്നിപരീക്ഷ. ഗവർണർ എത്തുന്നതിന് തൊട്ടുമുൻപ് സംഘടിച്ചെത്തിയ പ്രവർത്തകർ കരിങ്കൊടിയുമായി കോഴിക്കോട് തൃശൂർ ദേശീയപാത ഉപരോധിച്ചു. രാത്രിയിലെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് വലിയ സുരക്ഷയിലാണ് സർവകലാശാല. 24 തിരൂർ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മധ്യപ്രദേശ് കോൺഗ്രസിൽ നേതൃത്വമാറ്റം. കമൽനാഥിനെ PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി. ജിത്തു പട്വാരിയാണ് പുതിയ അധ്യക്ഷൻ. ഛത്തീസ്ഗഡിൽ ദീപക് ബൈജ് അധ്യക്ഷനായി തുടരും. മധ്യപ്രദേശിൽ കോൺഗ്രസ് നേരിട്ട കനത്ത തോൽവിക്ക് പിന്നാലെയാണ് നേതൃമാറ്റം. ഭരണം നേടുമെന്ന ഉറച്ച വിശ്വാസത്തോടെ മത്സരിച്ച കോൺഗ്രസിന് 230-ൽ കേവലം 66 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. പിന്നാലെ PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കമൽനാഥിന്റെ രാജി ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരുന്നു. സീറ്റ് വിഭജനത്തിലടക്കം കമൽനാഥിന്റെ നിലപാടിൽ ഇന്ത്യ മുന്നണി ഹൈക്കമാൻഡിനോട് കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു. ജിത്തു പട്വാരിയാണ് പുതിയ അധ്യക്ഷൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് കമൽനാഥ് മന്ത്രിസഭയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജിത്തു PCC അധ്യക്ഷ സ്ഥാനത്തെത്തുന്നത്. ഉമംഗ് സിംഗാറിനെ പ്രതിപക്ഷ നേതാവായും ഹേമന്ത് കത്താരയെ ഉപനേതാവായും നിയമിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടേതാണ് തീരുമാനം. ഛത്തീസ്ഗഡിൽ ചരൺദാസ് മഹന്ത് പ്രതിപക്ഷ നേതാവാകും. അധ്യക്ഷ സ്ഥാനത്ത് ദീപക് ബൈജ് തുടരും. 24 ഡൽഹി. ആ കുഞ്ഞിന് നീതി വേണം. വണ്ടിപ്പെരിയാർ പോക്സോ കേസിലെ വിധിക്കെതിരെ പ്രത്യക്ഷ സമരവുമായി 6 വയസ്സുകാരിയുടെ മാതാപിതാക്കൾ. വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് വായ മൂടിക്കെട്ടി മാർച്ച് നടത്തി. കേസിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടായെന്ന് CPI ആരോപിച്ചു. 6 വയസ്സുകാരിയുടെ മാതാപിതാക്കളുടെ പ്രതിഷേധത്തിനൊപ്പം നാട്ടുകാരും തൊഴിലാളികളും ചേർന്നു. കോടതി വിധി റദ്ദ് ചെയ്യണമെന്നും പുനരന്വേഷണം നടത്തണമെന്നുമാണ് ആവശ്യം. പ്രതികളെ വെറുതെ വിട്ട് അങ്ങനെയാണ് നടന്നത്. അപ്പോൾ അവർ വീണ്ടും ഇത് പുനരന്വേഷണത്തിലൂടെ പോയി ഈ ജഡ്ജിമെൻറ്റിനെ റദ്ദ് ചെയ്തിട്ട് പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരിപ്പോൾ കേസ് നടക്കുകയാണ്. അപ്പോൾ ആ രീതിക്ക് പോകണമെന്നാണ് നമ്മുടെ കുടുംബാംഗങ്ങളും ഞങ്ങളും കൂടെ ആഗ്രഹിക്കുന്നത്. കേസിൽ ബാഹ്യ ഇടപെടലുണ്ടായെന്ന ആരോപണവുമായി CPI നേതാക്കളും രംഗത്തെത്തി. പുനരന്വേഷണം വേണമെന്ന് CPI ജില്ലാ സെക്രട്ടറി K സലീംകുമാർ ആവശ്യപ്പെട്ടു. ഒന്ന്, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിധി അത് റദ്ദ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഹൈക്കോടതിയെ കൊണ്ട് അത് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെടണമെന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. 2, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ കേസ് ഒരു പുനരന്വേഷണം നടത്തി കുറ്റവാളിയെ ശിക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാകണം. ആലുവയിൽ അദൃശ്യ ശക്തികൾ ഉണ്ടായിരുന്നില്ലെന്നും വാളയാറും വണ്ടിപ്പെരിയാറും ചോദ്യചിഹ്നമാവുകയാണെന്നും CPI ഇടുക്കി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിൻസ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചു. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പ്രതിയെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ അടുത്തയാഴ്ച ആദ്യം പ്രോസിക്യൂഷൻ അപ്പീൽ നൽകും. ഇതിനായി കേസ് സംബന്ധിച്ച ഫയലുകൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് കൈമാറും. 24 ഇടുക്കി. വണ്ടിപ്പെരിയാർ കേസിലെ പോലീസ് വീഴ്ചയ്ക്കെതിരെ സംസ്ഥാന പോലീസ് മേധാവിയുടെ വസതിയിൽ കയറി പ്രതിഷേധിച്ച മഹിളാ മോർച്ച പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസ്. ജാമ്യമില്ലാ വകുപ്പിലാണ് കേസ്. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ DGPയുടെ വസതിക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു. DGPയുടെ വസതിയിൽ അതിക്രമിച്ച് കയറിയതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് 5 മഹിളാ മോർച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. രാവിലെ 9:30യോടെയാണ് വനിതാ മോർച്ച പ്രവർത്തകർ പരാതി നൽകാനാണെന്ന് പറഞ്ഞ് DGPയുടെ വസതിക്ക് മുന്നിലെത്തിയത്. പിന്നാലെ പ്രവർത്തകർ ഗേറ്റ് തള്ളിത്തുറന്ന് അകത്തേക്ക് കയറി. വനിതാ പോലീസുകാർ ഇല്ലാത്തതിനാൽ പ്രവർത്തകരെ തടയാനായില്ല. പിന്നീട് മ്യൂസിയം സ്റ്റേഷനിൽ നിന്നും വനിതാ പോലീസുകാരെ എത്തിച്ചാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കിയത്. DGP വസതിയിലുള്ളപ്പോഴായിരുന്നു പ്രതിഷേധം. DGPയുടെ വസതിയുടെ സുരക്ഷ റാപ്പിഡ് റെസ്പോൺസ് ടീമിനാണ്. DCPയെയും മ്യൂസിയം SHOയെയും DGP വിളിച്ചു വരുത്തി. DGPയുടെ വസതിയിലെ പ്രതിഷേധത്തിന് പിന്നാലെയാണ് പോലീസ് ആസ്ഥാനത്തേക്കും പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. പിന്നീട് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. 24 തിരുവനന്തപുരം. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.